സാധാരണ നിലയിൽ ജൂൺ മാസത്തിൽ തന്നെ പ്രവേശന പരീക്ഷ പൂർത്തിയാക്കി ജൂലൈ ആദ്യവാരത്തോടെ നിയമപഠന വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിക്കുകയാണ് പതിവ്. എന്നാൽ ജൂലൈ അവസാനിക്കാറാകുമ്പോഴും പരീക്ഷ എന്ന് നടക്കുമെന്ന് പോലും ഇനിയും സർക്കാർ തലത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. നിലവിലെ അവസ്ഥയിൽ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നാലും പ്രവേശനം ഒക്ടോബറിൽ മാത്രമേ നടക്കൂ. ഇത് വിദ്യാർത്ഥികളുടെ ഒരു അധ്യയന വർഷം നഷ്ടമാകുന്നതിന് കാരണമാകുമെന്ന് KSU ആരോപിക്കുന്നു. LLBയുടെ എൻട്രൻസ് 5 ഇയർ കോഴ്സിൻ്റേത് ചരിത്രത്തിൽ ഏറ്റവും അധികം താമസിച്ച് നടക്കുന്ന ഒരു സവിശേഷത, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് അന്യസംസ്ഥാന ലോ കോളേജുകളും സംസ്ഥാന കമ്മിറ്റി അടക്കമുള്ള KSUവിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംസ്ഥാന വ്യാപകമായി അഴിച്ചുവിടുവാനും കഴിഞ്ഞ UDF സർക്കാർ പിന്തുടർന്ന വിദ്യാഭ്യാസ നടപടികളുടെ ബാക്കി പത്രമാണ് നിലവിലുണ്ടായ പ്രതിസന്ധിക്ക് കാരണമെന്ന് SFI കുറ്റപ്പെടുത്തി. ഈ കഴിഞ്ഞ UDF ഭരണകാലത്തിന് ഇടയിലാണ് ഇങ്ങനെ നിയമ കോഴ്സുകളുടെ പ്രവേശന പരീക്ഷ വൈകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 19ഓളം വരുന്ന സെൽഫ് ഫിനാൻസിങ് ലോ കോളേജുകളുണ്ട്. ആ സെൽഫ് ഫിനാൻസിങ് ലോ കോളേജുകളിലേക്ക് നിയമ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടലാണ് മെറിറ്റുള്ള വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സ്വകാര്യ കോളേജുകളിലേക്ക് പോയിക്കൊണ്ട് ഗവൺമെൻറ് ലോ കോളേജുകളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. 5000 മുതൽ 6000 വിദ്യാർത്ഥികൾ വരെയാണ് LLBയുടെ പ്രവേശന പരീക്ഷ എഴുതിയിരുന്നത്. ഇവരിൽ നിന്നും 1600 പേർക്കാണ് സർക്കാർ ഫീസിൽ പ്രവേശനം ലഭിക്കുക. നടപടികൾ അനന്തമായി നീളുന്നത് മൂലം ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളടക്കം ലക്ഷങ്ങൾ കോഴ നൽകി സ്വകാര്യ കോളേജുകളിൽ സീറ്റ് ഉറപ്പിക്കുകയാണ്. റിപ്പോർട്ടർ, കൊച്ചി.